ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. നമ്മുടെ പാപങ്ങൾ അകലാൻ പഞ്ചാക്ഷരി മന്ത്രം എന്താണ്? ശിവ പഞ്ചാക്ഷരി സ്തോത്രമാണ്. ശിവ പഞ്ചാക്ഷരി സ്തോത്രം ജപിച്ചാൽ നമ്മുടെ പാപങ്ങൾ അകലുകയും നമുക്ക് പുണ്യപാപങ്ങൾ കഴിഞ്ഞ ജന്മത്തെയും ഈ ജന്മത്തെയും പാപങ്ങൾ അകലാൻ നമ്മൾ ശിവ പഞ്ചാക്ഷരി സ്തോത്രം ജപിക്കണമെന്നാണ് പറയപ്പെടുന്നത്. ശിവ പഞ്ചാക്ഷരി സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ ശിവായ എന്നത് നമ്മൾ വികസിപ്പിച്ച് സ്തോത്രമാക്കി പറയുന്നു. നാഗേന്ദ്രഹരായ ത്രിലോചനായ ഭസ്മാങ്കരായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ ന കരായ നമ ശിവായ മാതംഗ ചർമാംബര ഭൂഷണായ സമസ്ത ഗീർവാണ ഗണാർച്ചിതായ ത്രൈലോക്യനാഥായ പുരാന്തകായ തസ്മൈ മ കരായ നമ ശിവായ ശിവായ ഗൗരി വദനാരവിന്ദ സൂര്യായ ദക്ഷദ്വാരനാശനായ ശ്രീ നീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശ്രീകരായ നമ ശിവായ വസിഷ്ഠ കുംഭോത്സവ ഗൗതമാദി മുനീന്ദ്ര ദേവാർച്ചിത ശേഖരായ ചന്ദ്രാർക്ക വൈശനര ലോചനായ തസ്മൈ വകരായ നമ ശിവായ യക്ഷാസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകരായ നമ ശിവായ. ശിവപഞ്ചാക്ഷരി സ്തോത്രത്തിന്റെ ഈ ശ്ലോകങ്ങളിലെ 4ാമത്തെ വരിയിലെ 2ാമത്തെ ഖണ്ഡികയിലെ നമശിവായ എന്ന് കൂട്ടി വായിച്ചാൽ അതെന്താണ്? നമശിവായ എന്ന് കിട്ടും. ഈ ശിവപരമാത്മാവിന്റെ സകല ഗുണങ്ങളും വിളംബരം ചെയ്യുന്ന ഈ സ്തോത്രം നിങ്ങൾ ദിവസവും രാവിലെയും വൈകുന്നേരവും നിരന്തരം ജപിക്കുകയാണെങ്കിൽ, ഭഗവാന്റെ അടുത്ത് അമ്പലത്തിൽ പോയിട്ടും നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സകല കഴിഞ്ഞ ജന്മത്തെ ഈ ജന്മത്തെയൊക്കെ സകല പാപങ്ങളും അകന്ന് നിങ്ങൾക്ക് പുണ്യം കിട്ടും ഈ ജന്മത്തിൽ എന്നാണ്, സകല ജന്മ മോക്ഷം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് ഈ സ്തോത്രം കൊണ്ട്.